വചനവയിൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. ക്ലാസ് 2, പാഠം 10. ഈശോയും ശിഷ്യന്മാരും. ഈശോ പ്രസംഗിച്ചുകൊണ്ടും ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടും ചുറ്റി സഞ്ചരിച്ചു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈശോ ജനങ്ങളോട് പ്രസംഗിച്ചു. ഈശോ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മർക്കോസ് 1:15. പിതാവായ ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് സുവിശേഷം. നല്ല വാർത്ത എന്നാണ് സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം. ഈശോ സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തി, വിശക്കുന്നവർക്ക് ആഹാരം നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു. ഈശോയെ വിശ്വസിച്ച് അവിടുത്തെ അനുഗമിച്ചവരാണ് ഈശോയുടെ ശിഷ്യന്മാർ. തൻ്റെ ദൗത്യം തുടരുന്നതിനായി ഈശോ ശിഷ്യന്മാരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു. ഇവരാണ് 12 സ്ത്രീഹന്മാർ: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്, പീലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി, തോമ, ഹെൽപ്പിയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, ശിമയോൻ, യൂദാസ്കറിയാത്ത. ഈശോയുടെ ശിഷ്യന്മാർ എല്ലാവരും സാധാരണക്കാരായിരുന്നു. അവരെല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ കൂടെ നടന്നു. ഈശോയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടു. അവിടുന്ന് ചെയ്ത പ്രവൃത്തികൾ കണ്ടു. 3 വർഷക്കാലം അവർ ഈശോയോടൊപ്പം കഴിഞ്ഞു. ഈശോ ശിഷ്യന്മാർക്ക് ഒരു കൽപ്പന നൽകി: സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. മത്തായി 10:7-8. ഈശോയുടെ ഈ കൽപ്പന അനുസരിച്ച് അവൻ വിവിധ ഗ്രാമങ്ങളിൽ ചുറ്റി നടന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിച്ചു. ക്രിസ്ത്യാനികളായ നമ്മളും ഈശോയുടെ ശിഷ്യരാണ്. ഈശോയുടെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ നമ്മളും കടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവർക്ക് ഈശോയെ കാണിച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ത്രീഹന്മാരുടെ പേരെഴുതി പദസൂര്യൻ പൂർത്തിയാക്കാം. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്, പീലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമ, ഹെൽപ്പിയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, ശിമയോൻ, യൂദാസ്കറിയാത്ത. നമുക്ക് അനുകരിക്കാം. ഈശോയുടെ സുവിശേഷം അറിയിച്ച മാർത്തോമാ ശ്ലീഹായെ പോലെ ഞാനും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരോട് പറയും. ഉത്തരം കണ്ടെത്താം. ചോദ്യം 1. സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം നല്ല വാർത്ത. ചോദ്യം 2. ഈശോ എന്തിനാണ് സ്ത്രീഹന്മാരെ തിരഞ്ഞെടുത്തത്? ഉത്തരം തൻ്റെ ദൗത്യം തുടരുന്നതിനായി. 3. ഭാരതത്തിൽ വന്ന സുവിശേഷം അറിയിച്ച ശ്ലീഹ ആര്? ഉത്തരം തോമാ ശ്ലീഹ.